നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ എബിൻ തോമസ്. ഞാൻ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വർഷത്തെ ലോക കരൾ ദിനവുമായി ബന്ധപ്പെട്ടുള്ള തീമിനെ കുറിച്ചാണ്. തീം എന്നത് ഫുഡ് ഈസ് മെഡിസിൻ എന്നാണ്. പണ്ട് കാലങ്ങളിൽ എത്ര കൂടുതൽ കഴിക്കുന്നോ അത്രയും ആരോഗ്യം എന്നതിൽ നിന്ന് ഇപ്പോൾ ആഹാരത്തിന്റെ ആവശ്യകതയെ മനസ്സിലാക്കിയുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് നമ്മുടെ ഫുഡിന് വരുന്നത്? പല സ്റ്റഡികളിലും വരുന്നത് കൃത്യമായിട്ടുള്ള ആഹാരം നാം കഴിക്കുന്നതിലൂടെ നമുക്ക് ഡയബറ്റിസ്, ഫാറ്റി ലിവർ, ഈവൻ ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. പ്രധാനമായ ആഹാരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 3 കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഒന്ന്, എത്ര അളവിൽ നമ്മൾ ആഹാരം കഴിക്കണം, എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം, എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. എത്ര ആഹാരം കഴിക്കണം എന്നുള്ളത് ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു ആവറേജ് മനുഷ്യന് 1800 മുതൽ 2400 കാലറി വരെയാണ് ഒരു ദിവസം ആവശ്യമായത്. അതിൽ കൂടുതൽ കാലറി ഉള്ള ഫുഡ് നമ്മൾ എടുക്കുന്നതോടെ അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ കാരണമാകും. അപ്പോൾ എന്തുകൊണ്ടും എപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒരു കാലറി നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ബിക്കോസ് നമുക്ക് ഒരു കപ്പ് റൈസ് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് 200 കാലറി ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഒരു ആഹാര പദാർത്ഥത്തിന് എത്ര കാലറി ഉണ്ടെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അളവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ടാമതായി, എന്ത് ആഹാരം കഴിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പച്ചക്കറികൾ, പഴങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പല കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ആൽക്കഹോൾ, സ്മോക്കിംഗ്, മറ്റു ബിഹേവിയേഴ്സ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ഫാറ്റി ലിവർ എന്നുള്ളത് വളരെ നിശബ്ദവും എന്നാൽ ഗുരുതരവുമായിട്ടുള്ള ഒരു അസുഖമാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള വ്യായാമവും കൃത്യമായുള്ള ആഹാര രീതിയും കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ആഹാര ക്രമീകരണത്തിലൂടെ നമുക്ക് നമ്മുടെ കരളിനെയും ആരോഗ്യത്തെയും വീണ്ടെടുക്കാം. താങ്ക് യു.